Hi, this is Srijit Damodharan. ഇതൊരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ മാത്രമല്ല, ഇതൊരു മേക്ക് ഓവർ ട്യൂട്ടോറിയൽ കൂടിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ ഏതോ കോളേജിലെ പരിപാടിക്ക് വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം. ജോക്കറിൻ്റെ വീഡിയോ, അദ്ദേഹത്തിന് അതിൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഒരാൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണല്ലോ എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ എനിക്ക് ആ ഒരു വില്ലൻ ക്യാരക്ടർ ഒരിക്കൽ കൂടെ ചെയ്യാനുള്ള അവസരമായിട്ട് ഞാനിതിനെ കാണുന്നു. ഐ എം നോട്ട് എ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ ഇത് യൂട്യൂബിലൊക്കെ നോക്കി വിദേശത്തുള്ള ആൾക്കാരൊക്കെ ചെയ്ത് നോക്കി കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര തന്നെ. ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഷെയ്ഡ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ജോക്കറിൻ്റെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഒരുപാട് മൗത്ത് എക്സ്പ്രഷൻസ് ആൻഡ് എക്സർസൈസ് ഉള്ള ഒരുപാട് ഇതുള്ള ഒരു ക്യാരക്ടറാണത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആ സിനിമ ഫുള്ളെ കാണുക. അതല്ലാന്നുണ്ടെങ്കിൽ മെനി ടൈംസ് നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് കിട്ടും. അയാൾ ചെയ്യുന്ന എക്സർസൈസ് ഒക്കെ ഉണ്ട് ഒരുപാട്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ണാടിക്ക് മുന്നിൽ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ചെയ്യുന്ന മേക്ക് ഓവറിന് ഒരു സോൾ കൊടുക്കും ഭയങ്കരമായിട്ട്. അത് കുറച്ച് നല്ല ഇതാവും, ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതാണ് ഗ്ലൂ സ്റ്റിക്ക്. ഇവനാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻബോക്സിൽ, ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്, അത് ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതാണ് ഗ്ലൂ സ്റ്റിക്ക്. ഇതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. ഇത് വാഷബിളാണ്. ഇത് കുറച്ച് അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ട് ഇതിന് വിഷയമില്ല. സോ നമ്മൾ ആദ്യം ഒരു ലെയർ ഇത് കൊടുക്കുക. എൻ്റെ നല്ല തിക്ക് ഐബ്രോസ് ആണ്, തിക്ക് ഡാർക്ക് ഐബ്രോസ് ആണ്. സോ ഞാൻ മുകളിലേക്ക് ചെയ്യില്ല, ഞാൻ സൈഡിലേക്കാണ് ചെയ്യാറ് എപ്പോഴും മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത്. സോ ഐ ഹാവ് ടു ഹോൾഡ് ലൈക്ക് ദിസ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഇനി നമുക്ക് ഫേസ് പെയിൻ്റ് ആണ് ചെയ്യേണ്ടത്. ഫേസ് പെയിൻറ്റും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനും യൂസ് ചെയ്യാം. ഫേസ് പെയിൻ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോണിലത് വാങ്ങിക്കാൻ കിട്ടും. നോൺ ടോക്സിക് വാഷബിൾ വാങ്ങിക്കണം, അതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ നോക്കുന്നു. എൻ്റെ കയ്യിൽ രണ്ടും ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഫേസ് പെയിൻറ്റ് നോൺ ടോക്സിക് വാഷബിളും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടേഷനും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷനാണ്. കവർ ചെയ്യുക ഇടും, കാരണം ഈ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അരോചകമായിട്ട് തോന്നും. ഇത് ചെയ്ത് കൊടുക്കുക. സി കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ണിൻ്റെ അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അവിടെ ബ്ലാക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് പൊങ്ങിയിരിക്കണം, ഇവിടെ കുറച്ച് ലെവലായിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഷെയ്ഡ്സ് വരാനുണ്ട്. സെൻറ്റർ മുഴുവൻ നമ്മൾ ഡാർക്ക് തിക്ക് കൊടുക്കും. സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് തിക്ക് കൊടുക്കരുത്, അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയി പോകും. ഇത് ജസ്റ്റ് മാഞ്ഞ് പോകുന്ന പോലെ ചെറിയ ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഇങ്ങനെ ഇതിനകത്ത് ലയിപ്പിക്കുക. മറ്റു സൈഡിലോട്ട് ഇങ്ങനെ ലയിപ്പിച്ച് വിടണം, ഷെയ്ഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ. അപ്പോൾ അത് കുറച്ചുകൂടെ അതിൻ്റെ ഒറിജിനാലിറ്റിയിലേക്ക് വരും. വരച്ചയാണെന്നല്ല, കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു പോർഷൻസൊക്കെ വരച്ചതായിട്ട് തോന്നും. പക്ഷേ പടത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത് വിയർത്തിട്ട് ഇങ്ങനെ എല്ലാം ഒലിച്ചു പോകുന്ന പോലത്തുള്ളൊരു മേക്കപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതി നമ്മൾ ഇതിങ്ങനെ സൈഡിങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് മൂക്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മൂക്കിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് മൂക്കിന് പലർക്കും പല ആകൃതിയാണ്. എൻ്റേത് കുറച്ച് പൊങ്ങിയിട്ട് തുറന്ന മൂക്കായതുകൊണ്ട് ഇത് ഷെയ്ഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ
ആദ്യം ഒരു മാർക്ക് ഇടുക, അവരുടെ മൂക്കിൻ്റെ അതേ ആകൃതിയിലുള്ള മാർക്ക് ഇങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ട് ഈ ഏരിയയിൽ. അതൊക്കെ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. താടിയലിൻ്റെ ഏരിയയിൽ കുറച്ച് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ താടിയിൽ കുറച്ച് നീണ്ടിട്ട് ജോ ലൈനൊക്കെ കറക്റ്റ് സെറ്റായിട്ടുള്ളൊരു ബോഡി ടൈപ്പാണ്. സോ ഇഫ് യു ഡോണ്ട് ഹാവ്, യു ഹാവ് ടു ഷെയ്ഡ് ഇറ്റ് ലൈക്ക് ജോ ലൈനൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് നമ്മൾ എടുക്കണം. എനിക്കധികം വലിയ ജോ ലൈൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിങ്ങനെ ഷെയ്ഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ രീതിയിൽ. ഓക്കെ, അടുത്തത് ലിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ലിപ്പിലേക്ക് പോകുമ്പം ആ സ്കാർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ ഒരു ലൈന് മാർക്ക് ഇട്ട് വെക്കുക ഫസ്റ്റ്. ആ മാർക്ക് അനുസരിച്ച് വേണം ബാക്കിയുള്ള ഷെയ്ഡിങ് വരാൻ, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാതായി വരും. ഇങ്ങനെ മാർക്ക് ഇട്ട് വെക്കുക. ഇതാണ് നിങ്ങളുടെ ലിപ്പിങ്ങിൻ്റെ മാർക്ക്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് സ്കാർട്സ് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് കെയർ വാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ഇതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം സ്കെയർ വാക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ ഞാനിപ്പം സ്കെയർ വാക്സ് ഇല്ലാതെ ഡയറക്റ്റ്ലി വരയ്ക്കുകയാണ്. അത് കാരണം കോളേജിലൊക്കെ പരിപാടിയല്ല സ്കെയർ വാക്സ്, അപ്പോൾ അത്ര വലിയ കോസ്റ്റ്ലി ഉള്ള പരിപാടി ആയിരിക്കത്തില്ല. അപ്പം സ്കെയർ വാക്സ് വെച്ചത് വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇതൊരു റിയലി ക്വിക്ക് വീഡിയോ ആയതുകൊണ്ട് അത് എനിക്ക് അത്രയും സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കുറച്ചുകൂടെ ഇതൊക്കെ. അപ്പോൾ ചെറിയ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഇറ്റ്സ് ഇനഫ്, ഇത് മതിയായിരിക്കും. കോളേജിലൊക്കെ പരിപാടിയല്ലേ. ഇനി നമ്മൾ ലിപ്പാണ് ചെയ്യുന്നത്. ലിപ്പ് ഡാർക്ക് റെഡാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലിപ്പിൻ്റെ ആകൃതിയിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിപ്സാണ്. സോ നമ്മളത് ഒരു ഷെയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് ഷെയ്ഡ്, ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്തിടുക. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ആഡ് ചെയ്യാൻ പറ്റും. സ്കാർട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കയറിയ ടൈപ്പും ഇവിടെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ഈ മേക്ക് ഓവർ വളരെ ലോ കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് സ്കെയർ വാക്സ് വെച്ചിട്ട് ഇത് ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഇനി ഇത് നിങ്ങൾക്ക് സ്കെയർ വാക്സ് വെച്ച് തന്നെ അത് ഒറിജിനാലിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയർ വാക്സിന് നല്ല വിലയാകും. അപ്പോൾ സ്കെയർ വാക്സ് വാങ്ങിക്കാൻ പാശില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാസലിന് ഇരിപ്പുണ്ടെങ്കിൽ വാസലിനും നമ്മുടെ ജോൺസൺ ബേബി പൗഡറും എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ പൗഡറും വാക്സിനും ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് അതിനുശേഷം അതിനകത്ത് നിങ്ങളുടെ സ്കിൻ കളറിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തെടുത്ത് നല്ല ടൈറ്റാക്കി എടുക്കാന്നുണ്ടെങ്കിൽ സ്കെയർ വാക്സിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഒരു ചെറിയ പരിപാടിക്കൊക്കെ ഉള്ള സെറ്റായിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. ആസ് യു നോ, ഐ എം നോട്ട് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സോ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ്സ് ഇനഫ്. ഒരു കോളേജിൻ്റെ പരിപാടിക്കൊക്കെ ഇറ്റ്സ് ഇനഫ്. ഇനി നമുക്ക് നെറ്റിയുടെ ഷെയ്ഡിങ് ചെയ്യുന്ന അടുത്തത് നമ്മൾ അതാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും മാത്രം മതി. ചില കോളേജിൻ്റെ പ്രോഗ്രാംസിനൊക്കെ അവർ ഹെയർ വിഗ് അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് മേക്കിൻ്റെ ഇത് മാത്രമേ ക്ലൗൺ ചെയ്യുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം മതി. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതലൂടെ നിങ്ങൾക്ക് വിഗ്ഗൊക്കെ വെക്കാൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ, വിഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നീട്ടി വളർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നെറ്റി മുടിയും കൂടെ ചെയ്യാൻ ഉള്ളതുകൊണ്ട് എനിക്ക് പഴയൊരു വിഗ് കൂടി ഇരിപ്പുണ്ട്. ഞാനത് വിഗ്ഗിൻ്റെ ചെയ്ത് കാണിക്കാം. ഇതുവരെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. ഇത്രയൊക്കെ ചെയ്താണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സംഭവം എന്തുവാണെന്ന് കിട്ടും. ഓക്കെ, ജോക്കറിൻ്റെ ആ നെറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കയറിയ നെറ്റിയാണ്. സോ നമുക്ക് അവിടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കുറച്ച് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതെടുത്ത് ഇടുക. ഇതിന് മണ്ടയ്ക്കാണ് നമ്മളിങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെ ടേപ്പ് എടുത്തിട്ട്
ഓക്കെ, അത് ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറിയ നെറ്റ് കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ ഇതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ വളരെ വലിയ നെറ്റിയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നെറ്റിൽ കുറച്ച് ലൈൻസ് ഉണ്ട് ഇങ്ങനെ, അത് വേറെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഇങ്ങനെ കളറുള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മളതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. നെറ്റിയിലെ ആ തഴമ്പുകളിൽ നമ്മൾ ചുളിയുമ്പോൾ ഉള്ള തഴമ്പുകൾ അതങ്ങനെ കറക്റ്റായിട്ട് അപ്പോൾ ഒറിജിനാലിറ്റി കിട്ടും. ചെയ്യുമ്പോൾ ഉള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരയ്ക്കരുത്. വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്ഷൻ കിട്ടത്തില്ല. ജസ്റ്റ് വിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്തേ ചെയ്യാവൂ. എൻ്റെ കയ്യിൽ ഒരു വിഗുണ്ട്. ഇത് ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച വിഗാണ്. ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരിത് നമുക്ക് ഇന്ന ക്യാരക്ടറാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലേക്കായിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എനഫ്. ചീപ്പായിട്ട് ലോ കോസ്റ്റ് ഹെഡ് ലെഡ്ജർ ആകുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ മതി. നമ്മൾ ജോക്കർ ഫ്രം മീഷോ ഇനഫ് ഇട്ട്. ഇനി നമുക്ക് ഈ വിഗ് ഇട്ട് നോക്കാം ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന്. ഇപ്പം നമ്മൾ ഏകദേശം ക്യാരക്ടറിനുള്ളിലായിട്ടുണ്ട്. ഈ ക്യാരക്ടറിന് ഈ ഗോൾഡൻ ഹെയർ അല്ല, ഇതിനകത്ത് കുറച്ചുകൂടെ പച്ച കളർ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പച്ച കളറ് ഇതിനകത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഒരു ചെറിയ പ്രോഗ്രാമിനൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അദ്ദേഹം ആ സിനിമയിൽ ഒരുപാട് മൗത്ത് എക്സസൈസ്, ഒരുപാട് മാനറിസംസ് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ കുറച്ച് ഇങ്ങനെ കൂനിയിട്ട് ഇങ്ങനെ വന്നിട്ട് പൊക്കത്തിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കൂനിയിട്ട് ഉള്ളൊരു ബോഡി ലാംഗ്വേജ് ഇതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.